നമസ്കാരം, ശ്രീധരായാണ്. എനിക്ക് ഒരു സുഹൃത്ത് ഒരു വീഡിയോ അയച്ചിരുന്നു. നരേന്ദ്രമോദിനെ പച്ചത്തെറി പറയണ ക്ലബ് ഹൗസിൽ ഏതോ ചർച്ചയിൽ ഉണ്ടായിരുന്നതാണ്. നരേന്ദ്രമോദിനെ പച്ചത്തെറി പറയണ ഒരു സ്ത്രീയുടെ വീഡിയോ. സ്ത്രീ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആളെ ഒന്ന് അറിയണം, അതിന്റെ അഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ഇയാളെ അഡ്രസ്സും ഇയാൾ ആരാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഷെഫീന ബീവി അങ്ങനെ കണ്ടാണ് ഇവരുടെ പേര്. ഇവര് ഷെഫീന വ്ളോഗ്സ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ വഴി പലരെ കുറിച്ചും ഇതുപോലെ പച്ചത്തെറി പറയുന്ന ഒരു സ്ത്രീയാണ്. ഇവർക്കെതിരെ ഒരു വർഷം മുമ്പ് വരെ ഈ പറഞ്ഞ ഇപ്പൊ ക്ലബ് ഹൗസിൽ വരണേക്കണ ഈ സ്ക്രീൻ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പ് ഇവര് നരേന്ദ്രമോദിനെ കുറിച്ച് പറഞ്ഞ വീഡിയോസ് ആണ്. ഈ വീഡിയോ വന്നിട്ട് പലരും വ്യക്തിപരമായിട്ട് പലരും ഈ വിഷയത്തില് പോലീസിൽ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും മഞ്ചൂർ പോലീസ് അടക്കം പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും പോലീസ് ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല. അവർ പിന്നെയും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പലരെ പറ്റിയും വീണ്ടും പച്ചത്തെറി, മഞ്ജുപിള്ളയുടെ മകള് രേണു സുധി, അങ്ങനെ പലരെയും പറ്റിയിട്ട് പച്ചത്തെറി പറയാ, മോശം വാക്കുകൾ പറയാ, എന്തും പറയാന്നുള്ള ധാരണയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് ഇപ്പൊ വ്യക്തിപരമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും പരാതി കൊടുക്കാം. പക്ഷെ ആ പരാതി പോലീസ് എത്രമാത്രം എടുക്കുന്നുണ്ട് എന്നത് ശരിക്കും പറഞ്ഞാല് ഇവരെ വിവരങ്ങൾ തന്നൊരു വ്യക്തി, അവരുടെ പേര് ഞാൻ ഇവിടെ പറയണില്ല, ആ വ്യക്തി ഇവർക്കെതിരെ ഇതിനു മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ പോലീസ് അത് കൃത്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ 300-ലധികം പരാതികൾ കഴിഞ്ഞ വർഷം തന്നെ ഇവർക്കെതിരെ വന്നിട്ട് ഏതാണ്ട് 15 എന്തോ പോലീസ് സ്വീകരിച്ചിട്ടുള്ളൂ. കൃത്യമായ നടപടികളൊന്നും അവിടെ എടുക്കണില്ല. ഈ വിഷയത്തിൽ അവരുടെ ലാപ്ടോപ്പും ഫോണും അടക്കം പോലീസ് പിടിച്ചിട്ട് പോയിട്ട് വീണ്ടും അതൊക്കെ വാങ്ങിച്ച് സോഷ്യൽ മീഡിയ വഴി, യൂട്യൂബ് വഴി, ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റഗ്രാം വഴി ഓരോരുത്തരെയും അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ചെയ്യേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ പച്ചത്തെറി പറയണ ഇവൾക്കെതിരെ ഇവിടുത്തെ BJP നേതൃത്വം അവര് മുന്നിട്ട് വന്നിട്ട് ശക്തമായിട്ടൊരു പരാതി കൊടുത്ത് ഒരു നടപടി ഇതിനകത്ത് എടുത്തില്ലെങ്കിൽ നമ്മളൊക്കെ ഇത് കേൾക്കേണ്ട, ഞങ്ങളൊക്കെ സാധാരണക്കാരനല്ലേ. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പച്ചത്തെറി പറയണത് കേട്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഇതിനെതിരെ പരാതി കൊടുക്കാൻ മുൻപന്തിയിൽ ഉണ്ടാവേണ്ടത് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വമാണ്. പലരോടും എനിക്ക് ഈ അഡ്രസ്സ് തന്ന വ്യക്തി പലരോടും ഇതേക്കുറിച്ച് പറഞ്ഞപ്പോഴും അത്ര സീരിയസ്നെസ് ആരും ഒന്നും കാണിച്ചിട്ടില്ല. ആ സീരിയസ്നെസ് കാണിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഒരുപാട് ആളുകൾ ഇതുപോലെ വന്നിട്ട് അവർക്ക് തോന്നിയൊണ്ണം ഇങ്ങനെ തെറി പറയാ, മോശം പരാമർശങ്ങൾ നടത്തുക, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ എത്ര പേര് ഇത് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. അതിനൊന്ന് കുറച്ചു ഭാഗം, അതിൽ കൂടുതൽ കേൾക്കാൻ പറ്റില്ല. നിങ്ങൾ ലോകത്തില്ല, അത്ര മതി, കട്ട് ചെയ്ത്. കാരണം ഇതിലപ്പുറം ഇത് കേട്ട് കഴിഞ്ഞ് നമ്മ മനുഷ്യന്മാരല്ലേ, പിള്ളേര് കാണുന്ന വീഡിയോ അല്ലേ, അത് ഫുള്ളും കേൾക്കണമെങ്കിലുണ്ടല്ല, ഇതൊന്നും അല്ല പറയണത്. അപ്പൊ അവർക്കെതിരെ നടപടി എടുക്കാനായിട്ട് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം തയ്യാറായില്ലെങ്കിൽ പിന്നെ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മെന്റലാണ് അല്ലെങ്കിൽ മാനസിക രോഗിയാണ്. മാനസിക രോഗിയാണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അങ്ങോട്ട് നിങ്ങൾ ഇല്ലാതാക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്. ഈ പറയണ നരേന്ദ്രമോദിജിന് ഇങ്ങനെ തെറി പറയണ ഈ സ്ത്രീയെ ജയിലിലടക്കാനോ അല്ലെങ്കിൽ അവരുടെ നാവടക്കാനോ, ജയിലിലടക്കണമെന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇനി അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ആരെ പറ്റി എന്തും പറയാന്നുള്ള ധൈര്യമാണ്. വല്ല പ്രാന്താണെങ്കിൽ വല്ല മെന്റൽ ആശുപത്രി കൊണ്ടിടണം. ഈ നാട്ടുകാരെ ഇങ്ങനെ തെറി പറഞ്ഞ് നിൽക്കണ രീതി ആകാതെ. അതുകൊണ്ട് തന്നെ പലരും പരാതി കൊടുത്തിട്ടും പല കാര്യങ്ങൾ വെച്ച് പരാതി കൊടുത്തിട്ടും സീരിയസ് ആയിട്ട് ഇവിടുത്തെ പോലീസ് സംവിധാനം എടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ പാർട്ടി സംവിധാനം, നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പാർട്ടി സംവിധാനം കൃത്യമായ നടപടി എടുത്തില്ലെങ്കിൽ ഇനിയും അവള് ഇതുപോലെ പലരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ കേൾക്കാൻ നേരത്ത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് വന്നിട്ട് വീഡിയോ ഇടേണ്ടി വന്നത്. നമ്മുടെ സംസ്ഥാന നേതൃത്വം ഇതിന് ശക്തമായ നടപടി എടുക്കണം. മാനസിക രോഗിയാണ് തെളിയിക്കപ്പെടാൻ നല്ല പ്രാന്താഴ്ച കൊണ്ടിരണം. അല്ലെങ്കിൽ അവളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അടക്കം ഇവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള സംവിധാനം ഇവിടുത്തെ നേതൃത്വം ചെയ്തില്ലെങ്കിൽ ഇതിന്റെ പോക്ക് വേറെ തരത്തിലായിരിക്കുള്ളൂ. ഒരു സാധാരണക്കാരനായ പ്രവർത്തകന്റെ അഭ്യർത്ഥനയാണ്.